MK മുനീറിനെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നെന്ന വാർത്ത സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടലോടെയാണ് കേട്ടത്. എത്രയോ വർഷങ്ങളായി MLA ആയും മന്ത്രിയായും നമുക്കിടയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മനുഷ്യൻ, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയുടെ മകൻ, മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവ്. ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് MK മുനീർ എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞൊരു മനുഷ്യനാണ്. ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും, ഉന്നത പദവികളും, പണവും, ജനസ്വീകാര്യതയും, പ്രശസ്തിയും, അങ്ങനെ ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ കഴിയുന്ന പലതും നേടിയെടുത്ത ഒരു നേതാവായിട്ടാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് MK മുനീറിനെ കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരാൾ താമസിക്കുന്ന വീട് ജപ്തി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആർക്കും ഒരു ഞെട്ടലുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എത്രയോ വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യന് 49 ലക്ഷം രൂപ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഞെട്ടലുണ്ടാവാതിരിക്കുക? വർഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ അതും 1-2 വർഷമല്ല, 35 വർഷങ്ങളുടെ കണക്കാണ്. 1991 MK മുനീർ ആദ്യമായി MLA ആവുന്നത്. 6 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ജീവിതത്തിൽ 20 വർഷത്തോളം MLA ആയി സേവനം അനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം. 3 തവണ മന്ത്രിയായി. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ പോലും ലക്ഷങ്ങളുടെ അഴിമതി നടത്താൻ സ്കോപ്പുള്ള നാടാണ് നമ്മുടെ. അങ്ങനെ അഴിമതികൾ നടക്കാറുമുണ്ട്. വെറും 1 തവണ മാത്രം MLA ആയിട്ട് ജീവിതകാലം മുഴുവനും സുഖിച്ച് ജീവിക്കാനുള്ളത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലാണ് 6 തവണ MLA-യും 3 തവണ ഒരു മനുഷ്യന്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കണം. MK മുനീറിന്റെ രാഷ്ട്രീയ ജീവിതം എത്രത്തോളം പരിശുദ്ധമായിരുന്നു എന്ന് തെളിയിക്കാൻ ഇനി വേറെ എന്ത് തെളിവാണ് വേണ്ടത്? MK മുനീറിന്റെ കോഴിക്കോട് നടക്കാവിലുള്ള ക്രസന്റ് ഹൗസ് എന്ന് പറയുന്ന വീട് CH മുഹമ്മദ് കോയയുടെ കാലം തൊട്ടേ കോഴിക്കോട് ലീഗിന്റെ ആസ്ഥാനമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോഴിക്കോട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നേതാക്കന്മാരൊക്കെ ഒത്തുകൂടിയിരുന്നത് ഈ വീട്ടിലാണ്. ആക്ച്വലി CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഈ വീട് ബാങ്ക് പണയത്തിലായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, മുഖ്യമന്ത്രി ആയിരുന്ന ഉപ്പ, മന്ത്രി ആയിരുന്ന മകൻ, രണ്ടുപേരുടെയും കാലഘട്ടത്തിൽ അവർ താമസിച്ചിരുന്ന വീട് ബാങ്ക് പണയത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നടക്കുന്ന കോടികളുടെ അഴിമതി മാത്രം കേട്ട് ശീലിച്ച നമുക്ക് ഇതൊക്കെ അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് വീട് പുതുക്കി പണിയാൻ വേണ്ടി കോഴിക്കോട് ടൗൺ സർവീസ് ബാങ്കിൽ നിന്നും ഏകദേശം 70 ലക്ഷത്തോളം രൂപ ഇദ്ദേഹം ലോൺ എടുക്കുന്നത്. മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ഇങ്ങനെ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നുള്ളത് തന്നെ സംശയമാണ്, അല്ലെ? അതും MK മുനീറിന്റെ ഒക്കെ ലെവലുള്ള ഒരു രാഷ്ട്രീയക്കാരന് ലോൺ എടുക്കേണ്ട ആവശ്യം തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലോൺ എടുത്താൽ തന്നെ അത് തിരിച്ചെടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും എനിക്ക് തോന്നുന്നില്ല. വീട് നവീകരിക്കുന്നെന്ന് കണ്ടാൽ MK മുനീറിന് അങ്ങോട്ട് ചെന്ന് സഹായിക്കാൻ ആൾക്കാരുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഒരു രാഷ്ട്രീയക്കാരൻ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് പ്രതീക്ഷിച്ചാണ് പലരും പണം ഓഫർ ചെയ്യുക. പക്ഷെ അതിന് നിന്ന് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ അത് അഴിമതിയായിട്ട് മാറും. എന്തായാലും അങ്ങനെ 70 ലക്ഷം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത MK മുനീർ തന്നെ വീടൊക്കെ അടിപൊളിയായിട്ട് പുതുക്കി പണിത് കേട്ടു. വലിയൊരു എമൗണ്ട് ലോണിലേക്ക് തിരിച്ചടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോൺ എന്ന് പറയുമ്പോൾ പലിശയും പലിശയുടെ പലിശയും ഒക്കെ വരുമല്ലോ. ഇടയ്ക്ക് ചില അടവുകൾ മുടങ്ങിയതോടെ പലിശ കൂടി, അടക്കാനുള്ള പണവും കൂടി. അതിനിടയിൽ ജാഫർ ഖാൻ കോളനിയിൽ ഉണ്ടായിരുന്ന 8 സെന്റ് സ്ഥലവും വീടും ഇദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. അങ്ങനെ വീടും സ്ഥലവും വിറ്റ് കിട്ടിയ പൈസയിൽ നിന്നൊരു ഭാഗം ഇദ്ദേഹം ലോണിലേക്ക് തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും വലിയ തുക ബാക്കിയായി. 58 ലക്ഷത്തോളം രൂപ പിന്നെയും ബാക്കിയായിരുന്നു. അങ്ങനെ സർക്കാരും ബാങ്കും എല്ലാം ഇടപെട്ട് ഒറ്റ തവണ തീർക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് 58 ലക്ഷത്തിന് പകരം 47 ലക്ഷം രൂപ ഒറ്റയടിക്ക് അടിച്ചുകൊണ്ട് ലോൺ ക്ലോസ് ചെയ്താൽ മതി എന്നൊരു ഓഫർ ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ചു. എന്നാൽ അതിനിടയിൽ MK മുനീറിന് ചില അസുഖങ്ങൾ വന്നു. ആരോഗ്യസ്ഥിതി വളരെ മോശമായി കുറച്ചു കാലം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തു ഇത്തവണത്തെ നിയമസഭാ ഇലക്ഷൻ ഇദ്ദേഹത്തിന് സീറ്റും കിട്ടിയില്ല. അങ്ങനെ എല്ലാം കൊണ്ട് തകർന്നിരിക്കുമ്പോഴാണ് ജപ്തിയുടെ വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ MK മുനീർ തന്നെ തന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് തുറന്ന് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നതിന് അതിനെ സംബന്ധിച്ച് വിഷമം പിടിച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ വീട് ജപ്തി ഭീഷണി നേരിടുന്നു. എന്താണ് പറഞ്ഞേ? അത് എന്റെ വ്യക്തിപരമായ വിഷയമല്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബന്ധമില്ലല്ലോ. അത് പരിഹരിക്കുന്നത് ഞാൻ മാത്രമാണല്ലോ. എങ്ങനെയെങ്കിലും ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. രാഷ്ട്രീയമായി തന്നെ പ്രാധാന്യമുള്ള വീട് കൂടിയാണല്ലോ. അപ്പൊ അത് അല്ല, അത് ഈ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു ലോൺ എടുത്തതാണ്. ലോണ് തിരിച്ചടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലായിരുന്നു. പതുക്കെ പതുക്കെ അടക്കാമെന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നു. ഒരു 8 സെന്റ് സ്ഥലത്ത് ജാഫർ ഖാൻ കോളനിയിൽ ഞാൻ ആദ്യം താമസിച്ച വീടുണ്ടായിരുന്നു. അത് വിറ്റു. അതിലൊരു ഭാഗം ഞാൻ ഇതിൻ്റെ ലോണിൻ്റെ ഒരു ഭാഗമായിട്ട് അടച്ചു. ബാക്കിയുള്ള ഭാഗം അടക്കാൻ നമ്മൾ വൈകുന്തോറും അതിങ്ങനെ കൂടി വരുമല്ലോ.
എന്തൊരു അവസ്ഥയാണില്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കേരളം ഭരിച്ചിരുന്ന ഒരു മന്ത്രിയുടെ അവസ്ഥയാണ്. ഒരു വീട് ജപ്തി ആകാതിരിക്കാൻ മറ്റൊരു വീട് വിൽക്കേണ്ടി വരുന്നു, എന്നിട്ടും ജപ്തിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ ആലോചിക്കുന്ന അതല്ലേ, ഇത്രയും പ്രമുഖനായ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടെ വലിയ തുകകൾ ലോൺ എടുക്കേണ്ടി വരുന്ന സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എത്ര ഞെരിഞ്ഞായിട്ടായിരിക്കും അല്ലേ സാധാരണക്കാരൻ ഓരോ ലോണുകൾ അടച്ചു തീർക്കുന്നത്. എം.കെ. മുനീറിനെ സംബന്ധിച്ചിടത്തോളം ജപ്തി വീക്ഷണമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം അത്യാവശ്യം ലക്ഷറി തന്നെയൊക്കെ ആയിരിക്കും. വലിയ വീട്, കാറുകൾ, ജോലിക്കാർ, അങ്ങനെ അദ്ദേഹം കാലങ്ങളായി ജീവിച്ചു വന്നിരുന്ന ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും ഇപ്പോഴും ജീവിക്കുന്നത്. ആ ഒരു ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ നല്ല ചെലവുണ്ടാവല്ലോ. അതിനെല്ലാം ഇടയിൽ ലോണിലേക്ക് അടക്കാൻ പൈസ തികയാത്തതാവാൻ കാരണം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോൺ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നത് വരെ നരക ജീവിതമായിരിക്കും. ചിലപ്പോൾ പിന്നീട് മക്കളൊക്കെ ആയിരിക്കും അത് അടച്ചു തീർക്കേണ്ടി വരിക. അത് പറഞ്ഞപ്പോഴാണ് എം.കെ. മുനീറിന് 3 മക്കളുണ്ടല്ലോ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണുള്ളത്. മുനീറിനാണെങ്കിൽ 63 വയസ്സുമുണ്ട്. അപ്പൊ മക്കളും അത്യാവശ്യം മുതിർന്നവർ തന്നെയായിരിക്കും. മുനീർ പ്രൊഫഷനിൽ ഒരു ഡോക്ടറും കൂടിയാണല്ലോ. സോ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, അവർക്കൊക്കെ നല്ല ജോലിയും ഉണ്ടാകാൻ സാധ്യതയും. അങ്ങനെയാണെങ്കിൽ മേ ബി മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ തന്നെ പതുക്കെയാണെങ്കിലും ഈ ലോൺ അടിച്ചു തീർക്കാൻ കഴിയേണ്ടതല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എം.കെ. മുനീറിന്റെ മക്കളുടെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയൂല. ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും എം.കെ. മുനീറിന് പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. അതിനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല, അതാണ്. എന്നാലും ബാങ്ക് പരമാവധി പിന്നെ സമയത്ത് നീട്ടി തന്നിട്ടുണ്ട്. ഞാൻ ബാങ്കിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല, അവർക്കത് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പൊ നമ്മൾ വീട് നൽകിയിട്ടാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പൊ പിന്നെ അവരിതിനെ തിരിച്ചു പിടിച്ച് ലോണിന്റെ സംഖ്യ കണ്ടെത്തുക എന്നാണ് പിന്നെ ബാങ്കിനുള്ള പോകാൻ പറ്റും. അത് പിന്നെ ഞാൻ തന്നെ വ്യക്തിപരമായി നോക്കണം. അത് ചെയ്യാൻ പരിഹരിക്കാൻ എന്ന് പറയുന്നത് നോക്കട്ടെ, എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കട്ടെ. വിൽക്കാനൊന്നുമില്ല ഇനി, അത് എന്താ മാർഗം നോക്കണം. ഏതായാലും അടച്ചാലേ പറ്റും. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു നിസ്സഹായാവസ്ഥ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കും, അടച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശയും നിസ്സഹായാവസ്ഥയും പ്രകടമാണ്. എന്തായാലും മുസ്ലിം ലീഗ് ഇടപെട്ട് ഇദ്ദേഹത്തെ സഹായിക്കാൻ സാധ്യതയുണ്ട്. CH മുഹമ്മദ് കോയുടെ വീട് അങ്ങനെ ജപ്തിയായി പോകാനൊന്നും ലീഗുകാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫണ്ടുള്ള പാർട്ടിയാണ്. അതിസമ്പന്നരായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകാർ ലീഗിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. 48 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെ അടിച്ചു തീർക്കാവുന്ന ഒരു തുകയാണ്. പക്ഷെ പാർട്ടി കടം വീട്ടാൻ സഹായിക്കില്ലേ എന്നൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനുള്ള ഇദ്ദേഹത്തിന്റെ മറുപടി നിങ്ങളൊന്ന് കേട്ടു. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അത് എന്റെ വ്യക്തിപരമായ കാര്യമായിരുന്നു. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഒറ്റക്കാക്കില്ല, പാർട്ടി ഇടപെടുന്നതാണ്. അതൊക്കെ ഒരു നന്മയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. പക്ഷെ പാർട്ടി ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റക്കാണല്ലോ ഇതിന്റെ കാരണക്കാരൻ. അതുകൊണ്ട് പാർട്ടിക്ക് ഇതിലേക്ക് വലിച്ചേക്കണ്ട. പാർട്ടി സഹായിക്കില്ലേ? അത് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ചോദിക്കായിരുന്നു. അത് ഇത് തിരിച്ചടക്കണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതൊന്നും നിർത്താനും പറ്റൂലല്ലോ. പെട്രോൾ അടിക്കണം, ഫോൺ ബില്ല് അടക്കണം, വീട്ടിലെ ചിലവ് നടത്തണം, അതെല്ലാം ചെയ്യണ്ടേ. നമുക്ക് കിട്ടുന്ന പൈസ അതിന് തികയുള്ളായിരുന്നു. ഇത് അടക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പലതും നോക്കിയിരുന്നു. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മളിതുവരെ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാവും. നേതൃത്വമൊക്കെ വിളിച്ചിരുന്നു എന്നെ. പക്ഷെ ഞാനങ്ങനൊരു സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് പാർട്ടിയോട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തികളും ഉണ്ടാക്കി വെക്കുന്ന ബാധ്യതകൾ മുഴുവൻ പാർട്ടി ഏറ്റെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പാർട്ടിയോട്
ഇതാണ് നിലപാടെന്ന് പറയുന്നത്. അങ്ങനെ ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള കടം വീട്ടേണ്ട ബാധ്യത പാർട്ടിക്കില്ലല്ലോ എന്നാണ് മുനീർ ചോദിക്കുന്നത്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുനീർ എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമല്ലല്ലോ, പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. എല്ലാറ്റിനും ഉപരി CH മോനാണ്. അത് മതി, പാർട്ടി എന്തായാലും സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും മുസ്ലിം ലീഗിനെ പോലെ ഇത്രയും പണക്കാരുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവിന്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ 50 ലക്ഷം 70 ലക്ഷവും ഒക്കെ നമുക്ക് മാത്രമാണ് വലിയ തുകയായിട്ട് തോന്നുന്നത്. ലീഗിന്റെ വലിയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ചായ പൈസ മാത്രമാണ്. ഈ ജപ്തിയുടെ കാര്യമൊക്കെ പുറം ലോകം അറിഞ്ഞ് നാണക്കേട് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ശരിക്കും മുസ്ലിം ലീഗ് മുനീറിനെ സഹായിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉള്ള പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ്. അത്രയും പൈസ അവിടെ ഒഴുകുന്നത്. എന്തായാലും ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് പറയാതെ വയ്യ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 2021 നിയമസഭാ ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് MK മുനീർ തന്റെ സ്വത്തും ബാധ്യതകളും എത്രയാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഏകദേശം 4 കോടിയോളം രൂപ വരുന്ന ആസ്തി ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. 90 ലക്ഷം രൂപയോളം കടബാധ്യതയും ഉണ്ടായിരുന്നു. 2021 കണക്കാണ് ഇട്ടത്. 2006 ഇദ്ദേഹം ഇതുപോലെ മത്സരിക്കുമ്പോൾ സ്വത്ത് വെളിപ്പെടുത്തിയിരുന്നു. അന്ന് ഏകദേശം 87 ലക്ഷമായിരുന്നു സ്വത്ത്. പിന്നീട് 10 വർഷത്തിന് ശേഷം 2016 നിയമസഭാ ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്ന സമയത്ത് ഇദ്ദേഹം സ്വത്ത് വെളിപ്പെടുത്തിയപ്പോൾ അത് 2.25 കോടിയായി ഉയർന്നു. 2021 ആയപ്പോൾ അത് 4 കോടിയായി. മേ ബി ഈ സ്വത്ത് എന്ന് പറയുന്നത് ആ വീടിരിക്കുന്ന സ്ഥലവുമാണെന്ന് തോന്നുന്നു. വീടിനും സ്ഥലത്തിനും കൂടി ഇന്നത്തെ വില അനുസരിച്ച് 4 കോടിയോളം രൂപ ഉണ്ടാവുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. എന്തായാലും ബാക്കി കേട്ടോക്കാം. നമ്മള് ഇഷ്ടപ്പെടുന്ന നമ്മളെ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിക്കാം, എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അല്ലാതെ വേറെ മാർഗം ഇതിനൊന്നും ഒരു അർത്ഥമില്ല. കാരണം MLA എന്ന രീതിയിൽ കിട്ടുന്ന ചെലവുകളൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റേണ്ടി വരും. മറ്റ് വേറൊരു രീതിയിലും പണം സമ്പാദിക്കാൻ ഒരു കാലത്തും ശ്രമിക്കാത്ത ആളുകൾ അല്ല. ഇപ്പൊ നമ്മൾ പണമല്ലല്ലോ പ്രധാനം, പണത്തിനേക്കാളും ഒക്കെ മുകളിൽ എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളൊക്കെ വന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അന്വേഷിക്കാനുണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ലോണായിട്ട് എടുത്തത് 70 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ഇത് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഞാൻ പറഞ്ഞില്ല, അവിടെ ഉള്ളൊരു ഇത് വിട്ടിട്ട് കുറച്ച് പൈസ കൊടുത്തു. പക്ഷേ ഏകദേശം ഞാൻ 70-60 അടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും 58, 59 വരികയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലോ. ഒരു മീറ്റർ ഇട്ട മാതിരിയല്ലേ. ഇപ്പോൾ ഈ 31 അടച്ചില്ലെങ്കിൽ ഇനി അത് ഏതിലേക്ക് വരും നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്ക് ലോണുകൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും പറയാനുള്ളത് കഴിയുന്നത്ര ആരും എടുക്കാതിരിക്കാൻ നോക്കാം. എന്തായാലേ ലോൺ എടുത്ത് കുടുങ്ങിയ ഒരു മനുഷ്യന്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. 70 ലക്ഷത്തോളം രൂപ ലോൺ എടുത്തിട്ട് ഏകദേശം 60 ലക്ഷത്തോളം രൂപ അദ്ദേഹം തിരിച്ചടച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും 58 ലക്ഷത്തോളം രൂപ ബാക്കിയായി എന്ന് പറയുമ്പോൾ ലോണിന്റെ ഒരു അപകടം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു അടവ് മുടങ്ങിയാൽ തന്നെ പലിശ ഇരട്ടിച്ച് നമുക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. ഭീതികരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും മുസ്ലിം ലീഗ് ഇദ്ദേഹത്തിന് കടം വീട്ടിൽ കൊടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. MK മുനീറിന് അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെടില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. ലീഗിനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷൻ സമയത്ത് ഇതൊരു പ്രചരണ ആയുധം കൂടിയാണ്. ഇതാ കണ്ടോ, ഞങ്ങളുടെ കരകളഞ്ഞ നേതാവ്, അഴിമതി ഇല്ലാത്ത നേതാവ് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരാളായല്ലോ. ലീഗുകാരെല്ലാം ഇങ്ങനെയാണ് എന്ന് MK മുനീറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാമല്ലോ. എന്തായാലും ഇനി അങ്ങോട്ട് MLA അല്ലാത്തത് കൊണ്ട് തിരക്കുകൾ കുറയുമെന്നും അതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ ഒന്ന് ഉഷാറാക്കി സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുമെന്നും ഒക്കെയാണ് മുനീറിന്റെ പ്ലാനിങ്. അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.